ജനപ്രിയ നായകൻ എന്തായാലും നമ്മൾ ജയറാം ഒരു കുടുംബ നായകൻ ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ജയറാമിന് ശേഷം ദിലീപ് ഉണ്ടാക്കിയൊരു ഓളം ചില്ലറ ഓളമൊന്നുമല്ല. കാരണം മമ്മൂട്ടി മോഹൻലാലിനോട് ഒപ്പം തന്നെ ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയാലും ഇയർ ടോപ്പർ ആണെങ്കിലും ഒക്കെ ദിലീപ് ഇഷ്ടം പോലെ 2000 മുതൽ 2013-14 വരെ ദിലീപ് ഇഷ്ടം പോലെ സൂപ്പർ ഹിറ്റുകളും മെഗാ ഹിറ്റുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. എണ്ണം പറഞ്ഞ സിനിമകൾ ഇഷ്ടം പോലെ. അന്നേരം കുടുംബ പ്രേക്ഷകരുടെ ഒരു ജനപ്രിയ നായകൻ തന്നെയായിരുന്നു ദിലീപ്. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് ദിലീപ് നന്നായിട്ട് ഡൗൺ ആയി. രാമലീല അതിനുശേഷം ഒരു ഹിറ്റ്, ഒരു സൂപ്പർ മെഗാ ഹിറ്റ് കിട്ടിയെങ്കിൽ പോലും പിന്നീട് ദിലീപ് തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകളും വളരെ മോശമാണ്. പറഞ്ഞ പ്രായത്തിനനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നില്ല. സബ്ജക്റ്റുകളുടെ പോരായ്മയുണ്ട്. കാരണം ദിലീപിന്റെ പ്രശ്നങ്ങളൊന്നും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും സിനിമയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തൊക്കെ മോശമായി. പക്ഷെ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നതിൽ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പ്രതീക്ഷ തോന്നുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ സബ്ജക്റ്റ് ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹിറ്റ് മേക്കർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഭരതനാട്യവും മോഹിനിയാട്ടവും ചെയ്ത കൃഷ്ണദാസ് മുരളി ആണ് പുത്തനായിട്ടുള്ള ദിലീപിന്റെ ഒരു പ്രൊജക്റ്റുകളിലൊന്ന് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിനൊരു മിനിമം ഗ്യാരണ്ടി ക്വാളിറ്റി ഉണ്ട്. കാരണം ഭരതനാട്യമാണെങ്കിൽ ഒരു കൊച്ചു പടമാണ്. ഈ പറഞ്ഞ പോലെ മോഹിനിയാട്ടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടമാണ്. ഭരതനാട്യത്തിനെക്കാട്ടിൽ അതിഗംഭീരം, ഭരതനാട്യം മോശമൊന്നുമല്ല, അതിഗംഭീര പടമായിരുന്നു. അതിനെക്കാട്ടി അതിഗംഭീര പടമായിരുന്നു മോഹിനിയാട്ടം. അദ്ദേഹത്തിനൊരു ഒരു മിനിമം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ദിലീപിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് അറിയാം. ചളി കോമഡി ഒന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ദിലീപിന് ഏറെക്കാലത്തിന് ശേഷം കിട്ടുന്നൊരു ഹിറ്റ് ആയാൽ അത് ദിലീപിന് വലിയൊരു ആശ്വാസമാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ചിത്രം 2026 നവംബറിൽ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും 2027 വിഷുവിന് റിലീസാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബമ്പർ ഹിറ്റ് അടിക്കട്ടെ. അതുപോലെ ദിലീപ് നല്ലൊരു തിരിച്ചുവരവ് നടത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.